ഹലോ നമസ്കാരം, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ മെഡിക്കൽ കോളേജിലെ 19 വയസ്സുകാരനായ നിതിൻ രാജിൻ്റെ മരണത്തെക്കുറിച്ചാണ്. അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അല്ലേ. അപ്പം ഞാൻ ആദ്യം നിതിൻ രാജിൻ്റെ വോയിസ് കേൾപ്പിച്ചു തരാം. മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫ്രണ്ട്സിന് അയച്ചു കൊടുത്ത ഒരു വോയിസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചും പിന്നെ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി സംസാരിക്കാം. ആദ്യം നമുക്ക് വോയിസ് കേൾക്കാം. സ്റ്റാഫ് റൂമും എല്ലാം ഒന്നിനൊന്നിന് വെച്ചോ സ്റ്റാഫ് റൂമിലാണ്. അവിടെ കൊണ്ടിട്ട് എന്തൊക്കെയാ പറയുന്നത്? എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങി നിന്റെ കൈയും കാലം വിട്ടും, നീ കൈയില്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരും. ഞാൻ സാറേ കാണണമെന്ന്. അപ്പോൾ എല്ലാ സംഗീതം നമ്മളെല്ലാം എണ്ണത്തെ നോക്കിയിരിക്കും. അപ്പോൾ അജിഷ പറഞ്ഞ് ഇതിന് കോളെന്ന് പറഞ്ഞു. എന്നാലും ശരിക്കും നിങ്ങളെല്ലാം കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെറുതെ എണീച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെ കളിയാക്കിയിട്ട് അതിനുശേഷം പറയുന്നത് എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന് പാരൻസിന് പോയി ഇത് കൊടുക്കുക, എൻ്റെ സർപ്രൈസായിട്ട് കൊടുത്തേക്ക് ഇൻസൾട്ട്. ഓക്കെ, ഞാൻ ക്ഷമിച്ചു, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു. പക്ഷെ ഒറ്റ ക്ഷമിച്ചു. ഓരോ കുട്ടികളെയും പേപ്പർ കൊടുത്ത് വായിച്ചാൽ ചെയ്യുന്നു. അത് ഓരോ സ്പെല്ലിങ് പറഞ്ഞു. അപ്പൊ കേട്ടില്ലേ, ഇതാണ് ആ കുട്ടി നിതിൻ കൊടുത്ത വോയിസ്. ശരിക്കും പറഞ്ഞാൽ കേട്ടിട്ട് പേടിയാകുന്നുണ്ട്. ഇത് നിതിൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്. കാരണം എനിക്ക് അവിടെ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയെ എനിക്ക് പരിചയമുണ്ട്, വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ആണ് എന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, അവൻ അവിടെയാണല്ലോ എന്ന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവനെ കോണ്ടാക്ട് ചെയ്തു ഇന്ന്. അപ്പം അവൻ്റെ കൂടെ ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നടന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ റാം എന്ന് പറയുന്ന ആ സാറെന്നൊന്നുമല്ല, അവൻ്റെ ക്യാരക്ടർ ഇങ്ങനെ തന്നെയാണ്. അവന് ദേഷ്യം വന്നാൽ കുട്ടികൾക്ക് മാർക്ക് കുറയ്ക്കും, പരീക്ഷ എഴുതാൻ സമ്മതിക്കത്തില്ല. ഇതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇവിടെ ഇതുപോലത്തെ സംഭവം നടക്കാറുണ്ട് എന്ന് കരുതി കൊലപാതകമോ അല്ലെങ്കിൽ അതിനെ പേടിച്ചുള്ള ആത്മഹത്യയൊന്നുമല്ല. ഇതുപോലെയുള്ള ഈ അധ്യാപകൻ്റെ ഈ സ്വഭാവം തന്നെയാണ്. പിന്നെ ഇതിൽ കൂടി വന്ന മറ്റൊരു ടീച്ചറുണ്ട്, സംഗീത എന്ന് മറ്റാണെന്ന് തോന്നുന്നു പേര്. അപ്പം ആ പുള്ളിക്കാരിയുടെ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ പുള്ളിക്കാരി അവൻ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നില്ല, അങ്ങനത്തെ അലിഗേഷനോ കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല, ആ പുള്ളിക്കാരിയെക്കുറിച്ച് കൂടുതൽ അവർക്ക് അറിയത്തില്ല. പിന്നെ അതിന് ശേഷം എന്താണ്, അവൻ പഠിച്ചിറങ്ങിയതിനൊക്കെ ശേഷം എന്താണെന്ന് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചോദിച്ചു, നിന്റെ വോയിസ് ഞാൻ ഇതിൽ കൂടി പുറത്തു വിടട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു, പേടിയാണെന്ന് പറഞ്ഞു. ശരിക്കും അവൻ ഭയങ്കരമായിട്ട് പേടിച്ചാണ് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചത്. ഒന്ന്, ഞാൻ ഈ ചാനൽ ചെയ്യുന്നെന്നറിയാം, അവൻ്റെ പേടി ഇനി അവനെങ്ങാനും അറിയാതെ ഞാൻ വോയിസ് എങ്ങാനും എടുത്തല്ലോ. പക്ഷെ ഞാൻ ഉറപ്പ് കൊടുത്തു, ഞാനിത് നിന്റെ വോയിസ് പുറത്ത് വിടില്ല. അപ്പം ഞാൻ ചോദിച്ചായിരുന്നു കേട്ടോ, ഇനി നിന്നെ എനിക്ക് അറിയാം, അങ്ങനെ ഞാൻ ചോദിച്ചു, നിന്നെ വിളിച്ച് പറഞ്ഞു, അത് വല്ല പ്രശ്നമാവുമെന്ന് വെച്ച് പറഞ്ഞു അത് കുഴപ്പമില്ല, എൻ്റെ വോയിസ് പുറത്ത് വിടണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 4 വർഷത്തിന് മുന്നേ അവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. അവൻ നാട്ടിൽ തന്നെ വേറൊരു സ്ഥലത്ത് വർക്ക് ചെയ്യാണ്. നമ്മൾ തന്നെ സ്വാഭാവികമായിട്ട് ചിന്തിക്കും എന്തിന് പേടിക്കണം എന്ന്. അപ്പം ഞാനും ചോദിക്കുന്നതാണ്, എന്തിന് അവൻ വരെ പേടിക്കുന്നു എന്നുള്ളത്. ഇപ്പം മറ്റൊരു വിദ്യാർത്ഥിനിയുടെ അമ്മ, അവൻ്റെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന, നിതിൻ്റെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ അമ്മ, ആ അമ്മയ്ക്ക് എനിക്ക് ബിഗ് സല്യൂട്ടാണ്. കാരണം സ്വന്തം മകളുടെ ഇനിയുള്ള കാര്യങ്ങൾ, അതായത് ഇത്രയും പേടിക്കുന്ന ആ കോളേജിൽ സ്വന്തം മകളുടെ നിലനിൽപ്പ് സഹിതം പേടിയാവും. സാധാരണ ഒരു അമ്മ പറയും, മോളെ ഒന്നും പറയണ്ട, നമുക്ക് മിണ്ടാതിരിക്കാന്ന് പറയും. അതുവരെ മാറ്റിവെച്ച് സ്വന്തം മകൻ്റെ കാര്യം പറയുന്നത് പോലെയാണ് ആ അമ്മ സംസാരിച്ചത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര പേടിയുണ്ട് കേട്ടോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ മാക്സിമം അവിടുത്തെ വിദ്യാർത്ഥിയോ ഇനി അവിടുത്തെ സീനിയേഴ്സോ ജൂനിയേഴ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് മാക്സിമം ധൈര്യം കൊടുക്കുക. നിങ്ങൾ വേണ്ട പ്രൊട്ടക്ഷൻ എല്ലാം നൽകി തന്നെ പോകണം. എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല കുട്ടികൾ. ആ സ്റ്റാഫ് റൂമിൽ തന്നെ ഒന്നിനൊന്ന് മെച്ചൊന്നാണ് ഈ നിതിൻ പറയുന്നത്. എന്ത് ഇതാണ്, ആ പ്രിൻസിപ്പളിന് അറിയില്ല, ആരെങ്കിലും ഇതിൻ്റെ ഒപ്പം കാണത്തില്ലേ? ആ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് റൂം പോട്ടെ, ആരെങ്കിലും ഒരാൾ ഇതിനെതിരെ കാണത്തില്ലേ? ഇവരെ വിളിച്ചിട്ട് വളരെ രഹസ്യമായിട്ട് പറഞ്ഞു കൊടുത്തൂടെ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുക, ഇതിനെതിരെ ഇത്തരത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുക, അപ്പം നിങ്ങളുടെ പേരോ കാര്യങ്ങളോ ഒന്നും പുറത്തു വരില്ല എന്ന്. ഈ റാം എന്ന് പറയണ അയാൾ എത്ര നാൾ കൊണ്ടാണ് അവിടെ അധ്യാപകനായിട്ട് ഇരിക്കുന്നത്? അപ്പൊ അയാൾക്കെതിരെ സംസാരിക്കാത്തത് കൊണ്ടുള്ള ധൈര്യമല്ലേ അയാൾക്ക്? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ, ഒരു വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് അവന് പറ്റിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും ഓരോന്നും പറഞ്ഞ് കളിയാക്കുകയാണ്. കൂടാതെ അവൻ്റെ വ്യക്തിപരമായ കാര്യമാണ് അവൻ്റെ അമ്മയുടെ സർജറി എന്ന് പറയുന്നത്. അവൻ ചിലപ്പോൾ 1-2 ക്ലാസ്സിൽ അമ്മയുടെ സർജറി കാരണം അവൻ വന്നു കാണത്തില്ല, അതിനൊക്കെ കളിയാക്കുവാണ്. അയാൾ എന്ത് സൈക്കോയാണ്? എന്തുകൊണ്ടാണ് അയാൾ അവിടെ വച്ചുകൊണ്ടിരുന്നത്?
ഒരു നിയമത്തിന് പോലും അയാളെ പിടിക്കാൻ പറ്റുന്നില്ലേ? ഒരു സസ്പെൻഡോ ഒന്നും കൊടുത്തിട്ടില്ല. അധ്യാപകർ പോലെ പേടിയായിരിക്കും. പിന്നെ സീനിയേഴ്സ് വിദ്യാർത്ഥികൾ, ഇയാളൊക്കെ തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ഉണ്ടായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ കുട്ടി, ആ അമ്മ പുറത്തുവിട്ട വോയിസിൽ പറയുന്നുണ്ട്, ഈ നിതിൻ എന്ന് പറയുന്ന പയ്യൻ കഴിഞ്ഞിരുന്നത് ഹോസ്പിറ്റലിലെ എവിടെയാണ്, സിക്ക് റൂമിലാണ്. ഹോസ്റ്റലിൽ പോലും ഇല്ല. അതുപോലും ഇത്രയും നാളായിട്ട് ഒരു മനുഷ്യർ ചോദിച്ചിട്ടില്ല. അതുമല്ല, ഇവന്റെ ഈ ഒരു കാഷ്വാലിറ്റിയിലേക്ക് ഇവനെ കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് ചിരിക്കുകയാണ് ചെയ്തത്. പോരാഞ്ഞിട്ട് ഇവന്റെ ബോഡി ആ കോളേജിലേക്ക് എത്തിച്ചപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരുത്തർ പോലും കാണാൻ പോയില്ല. അത് പശ്ചാത്താപമൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ചിന്തിക്കുന്നത് വെറും നാണക്കേട്, അല്ലാതെ പശ്ചാത്താപമോ വിഷമമോ ഇവർക്കോ ഇത്രയും കാലം ഇല്ലാത്തതോ? ഇവരൊന്ന് വിഷമിച്ച് ഇവരുടെ മനസ്സ് ആർക്കെങ്കിലും 100 പേരിൽ ഒരാൾക്ക് മാറിയിരുന്നെങ്കിൽ പോലും ഈ സംഭവം വരില്ലായിരുന്നെന്നാണ് ഞാൻ ചിന്തിച്ചത്. എനിക്ക് പരിചയമുള്ള അവനെ വിളിച്ച് സംസാരിക്കുമ്പോൾ, സാധാരണ കുറച്ച് സമയം സംസാരിക്കും കേട്ടോ, ഈ ഒരു വിഷയം സംസാരിച്ചപ്പോൾ അവൻ പെട്ടെന്ന് ഫോൺ വെച്ചു. കാരണം എന്താണ്, പേടിയാണ്. കൂടുതൽ പറയാൻ പോലും അവൻ ഇത് ഉദ്ദേശിക്കുന്നില്ല. അത്രയ്ക്ക് പേടിയാണ്. ഞാൻ പറയുന്നത് ധൈര്യത്തോടെ മുമ്പോട്ട് വരണം എന്നാണ്. ഓരോ പൂർവ്വ വിദ്യാർത്ഥികളും ഇങ്ങനെ സംസാരിച്ചു അത് സമൂഹത്തിന്റെ മുമ്പിലേക്ക് എത്തിച്ചാൽ മാത്രമേ ബാക്കി ആളുകളെയും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഇത് ഈ ഒരു സാറൊന്നുമല്ല, ഒറ്റ ഒരാൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? ബാക്കി എല്ലാവരും ഇയാളെ പേടിയാണെങ്കിൽ പോലും സപ്പോർട്ട് ബാക്കി എല്ലാവരും കൂടെ ചെയ്താൽ ഇയാൾ അവിടെ ഇല്ലാതാവില്ലേ? പക്ഷെ അത് ഇയാൾ മാത്രമല്ല, അവിടെ ഉള്ള ബാക്കി എല്ലാത്തിനെയും മൊഴി കൊടുത്ത് അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവരണം. പിന്നെ ഈ കണ്ണൂർ എന്ന് പറയുന്ന ജില്ല രാഷ്ട്രീയത്തിന്റെ കലവറയാണ്. അവിടെ യൂണിയൻ ഇല്ലേ രാഷ്ട്രീയത്തിന്റെ ആ കോളേജിൽ? അവരാരും വിചാരിച്ച് ഇത് പറ്റത്തില്ല. എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ ഞാൻ ദേഷ്യത്തിലൊരു ചോദ്യം ഉന്നയിക്കുന്നതല്ല. എനിക്ക് മനസ്സിലാകുന്നില്ല അതൊന്നും. ഇത് എന്താണ് ഇത്ര ഭീകരമായ ഒരു അവസ്ഥയാണ്? ഞാൻ ഈ ഒരു ന്യൂസ് കണ്ടപ്പോഴും അവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥിയോട് പൂർവ്വ വിദ്യാർത്ഥിയോട് സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായത്, ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് അധ്യാപകരെന്നൊക്കെ പറഞ്ഞ ടീനേജൊക്കെ ഉള്ള കുട്ടികൾ, അതായത് കോളേജിലൊക്കെ ആകുമ്പോൾ ഭയങ്കര കൂട്ടായിരിക്കും അല്ലേ? നമ്മുടെ പല പ്രശ്നങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ വിളിച്ചിരുത്തി സംസാരിച്ച് പരിഹാരം കണ്ടെത്തുന്നത് തന്നെ അധ്യാപകരാണ്. എന്നാൽ അല്ലറ ചില്ലറ അധ്യാപകരുണ്ട്, മനസ്സിലായ? അല്ലറ ചില്ലറ അധ്യാപകരൊക്കെ ഉണ്ട്. ഈ കുറച്ച് ടീച്ചർ, നമ്മളെ സ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്കറിയാം ടീച്ചർമാരെ മക്കളോട് കുറച്ച് ഇഷ്ടം കൂടുതൽ തോന്നുക, ഈ കുറച്ച് മാർക്കുകൾ കൊടുക്കുക. അവരൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു 1/2 മാർക്ക് ഉണ്ടെങ്കിൽ അവരൊക്കെ പെട്ടെന്ന് 1/2 മാർക്കൊക്കെ കിട്ടും. അങ്ങനെയൊക്കെ തെന്നിയും തെറിച്ചു. ഇതങ്ങനെയല്ല. ഈ നെഗറ്റീവ് ഉള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പം ഞാൻ താമസിക്കുന്നത് പുറത്താണ്, കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും. അപ്പം ഇവിടുത്തെ സ്കൂളിലൊക്കെ ഈ വംശീയ അധിക്ഷേപം, അതായത് നമ്മുടെ കളറിനെ കുറിച്ച് പറയുന്നതൊക്കെ വലിയ കുറ്റകരമാണ്. സ്കൂളിലുള്ള അധ്യാപകർ, എൻ്റെ മോൻ പഠിക്കുന്നത് പ്രൈമറി സ്കൂളിലാണ്, അപ്പോൾ അവൻ്റെ ക്ലാസ്സിലുള്ള അധ്യാപകർ തന്നെ ചോദിക്കും അങ്ങനെ വല്ല അനുഭവം ഉണ്ടോ എന്ന്. അവരിങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ സാക്ഷരതയുടെ കാര്യത്തിൽ ഏറ്റവും മുമ്പിലാണ്. എന്നിട്ടാണ് ആ നാട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നത്. ഏത് പ്രശ്നം വന്നാലും പൊതുവായിട്ട് ഞാൻ കണ്ടുവരുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ വീട്ടിലുള്ള ഈ മുൻനിര ചാനലുകളെല്ലാം കുറച്ച് ദിവസം ചർച്ച ചെയ്യും. അത് കഴിഞ്ഞ് ഗവൺമെൻറ് ഈ പ്രശ്നം അവരിലേക്ക് എത്തുമ്പോൾ അവരെന്ത് ചെയ്യും, ആശ്രിതർക്ക് ഒരു ജോലി കൊടുക്കും, ഗവൺമെൻറ് ജോലി. ഇതിനപ്പുറം വേറെ ഒന്നുമില്ല. അത് ഇവർക്കറിയാം. പിന്നെ എന്താണ്, ഈ കുറ്റമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ജയിലിൽ പോയാൽ ശമ്പളം കൂട്ടിയില്ലേ? അപ്പം പിന്നെ അവർക്ക് പേടിക്കാൻ വല്ലതും ഉണ്ടോ? ഒരൊറ്റ ശമ്പളവും കൊടുക്കരുത്. പണ്ടത്തെ പോലെ ഗോതമ്പുണ്ടയോ അതെന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അപ്പം മനസ്സിലാക്കും. ഇത് ജയിലിൽ പോയാൽ, ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഒരു ഉദാഹരണം പറഞ്ഞ, ഒരു കുട്ടി ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോൾ നമ്മുടെ കൊട്ടാരക്കര ഒരുത്ത ഓടിക്കൊണ്ടൊന്ന് കുത്തിയല്ലോ, വൃന്ദ എന്നാണോ കുട്ടിയുടെ പേര്, എനിക്ക് പേര് കിട്ടുന്നില്ല കേട്ടോ. അപ്പം അവനെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു ന്യൂസിൽ കണ്ട്, കല്യാണ ചെറുക്കനെ പോലെയാണ് പുറത്തിറങ്ങിയത് അല്ലേ? അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നിയമം കുറച്ചും കൂടി ശക്തമാക്കുക തന്നെ വേണം, കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കണം. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അധ്യാപകരായാലും ഈ റാഗിങ് എന്ന് പറയുന്ന ഒരു സീനിയർ വിദ്യാർത്ഥികളായാലും ഒന്ന് പേടിക്കണം, ഒന്ന് കാല് പിന്നിലോട്ട് വെക്കണം. അങ്ങനത്തെ നിയമങ്ങൾ തന്നെ കൊണ്ടുവന്ന് മാതൃകയാകണം എന്നാണ് പറയുന്നത്. പണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നു ഇതുപോലുള്ള തെന്നിയും തെറിച്ചും ഇതുപോലുള്ള വിഷയങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. വളരെ കഷ്ടമാണ് നമ്മുടെ നാട്ടിൽ ഇത് കേൾക്കുമ്പോൾ. എന്നും ഓരോ പ്രശ്നങ്ങൾ. ഒരു സ്ഥലത്ത് രാഷ്ട്രീയത്തിലുള്ള കുറേ തമാശ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് യൂട്യൂബ് തുറന്ന വേറെ കുറേ ആൾക്കാരുടെ സബ്സ്ക്രിപ്ഷൻ പ്രശ്നമാണ്.
പിന്നെ നോക്കുന്നത് ഇതുപോലുള്ള ന്യൂസുകളാണ് ഇപ്പോൾ വരുന്നത്. ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് എങ്ങും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആ കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്താണ്, ഡോക്ടർ ആവുക എന്നുള്ളത്. അവൻ്റെ 2-3 കൂട്ടുകാർ വന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അവൻ സഹിച്ചതായിരിക്കും അല്ലേ? ഏത് പ്രതിസന്ധി തരണം ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കാമെന്നായിരിക്കും ചിന്തിക്കുന്നത്. ഞാൻ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞായിരുന്നു ആരും തിരിച്ചു പറയാറില്ലെന്ന്. ഞാൻ ചോദിച്ചു അയാൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആരും പ്രതികരിക്കാറില്ലേ എന്ന് വെച്ചപ്പോൾ പറഞ്ഞു ആരും പ്രതികരിക്കാറില്ല. അപ്പം ഇവൻ തന്നെ പറഞ്ഞു ഇവൻ തിരിച്ച് ആ സാറിനോട് എന്തോ പറഞ്ഞപ്പോൾ മറ്റൊരു അധ്യാപകൻ കൂളെന്ന് പറയുന്നുണ്ടെന്ന്. അപ്പം ഇവൻ തിരിച്ച് പറഞ്ഞതിൻ്റെ വൈരാഗ്യമൊക്കെ ആയിരിക്കും അവർ പിന്നീട് ഇവനോട് കാണിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പണ്ട് കാലത്ത്, അതായത് ഇപ്പം എൻ്റെയൊക്കെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഹസ്ബൻഡൊക്കെ കോളേജിലുള്ള അധ്യാപകരൊക്കെ ആയിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. കോളേജിലൊക്കെ കാര്യം പറയുമ്പോൾ ഭയങ്കര അവർക്കത് മറക്കാൻ പറ്റാത്ത നല്ല രസകരമായ സംഭവങ്ങളാണ് പറയുന്നത്. അതൊക്കെ മാറി ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്താണ് കുറച്ചും കൂടി ഫ്രണ്ട്ലി അറ്റാച്ച്മെൻ്റ് ഒക്കെ കുറച്ചും കൂടി ഡീപ്പായിട്ട് ആവേണ്ടത്. ആ സ്ഥലത്താണ് പണ്ട് കാലത്ത് ഈ റാഗിങ്, അതായത് പല സിനിമകളിലും കണ്ടതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത്. ഈ എൻ്റെയൊക്കെ സമയത്തുള്ള കുട്ടികൾ കുറച്ചും കൂടി ബോൾഡ് ആയിരുന്നു. കാരണം അവർ ഇപ്പം ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചോ കോഴ്സ് ഇട്ടെറിഞ്ഞിട്ട് പോകും. അത് നല്ല കാര്യമൊന്നുമല്ല, പക്ഷെ അവരെന്താണ് ആത്മഹത്യക്ക് നിൽക്കത്തില്ല. അവർ കോഴ്സ് ഇട്ടെറിഞ്ഞിട്ട് പോകും. വേണ്ടെങ്കിൽ വേണ്ട, അത്ര തന്നെ. ഞാൻ ഇപ്പോഴും എൻ്റെ ചാനൽ കാണുന്ന രക്ഷിതാക്കളുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടെങ്കിലും ആ കോളേജിലെ കുട്ടികൾ ഉണ്ട്, നിങ്ങൾക്ക് ഭയമാണ്, വേറെ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങളത് ഇട്ടെറിഞ്ഞിട്ട് തന്നെ പോവുക എന്ന് പറയുമ്പോൾ ഒരു വർഷം ചിലപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ 2 വർഷം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. വർഷമേ നമുക്ക് നഷ്ടപ്പെടും, നമുക്ക് ജീവൻ നഷ്ടപ്പെടത്തില്ല. നമുക്ക് നമ്മുടെ ജീവിതാവസാനം വരെ നമ്മുടെ രക്ഷിതാക്കൾക്ക് നമ്മളെയും കാണാം, നമുക്ക് അവരെയും കാണാം. അതാണ് ഏറ്റവും വലുത്. നിങ്ങൾക്ക് ബന്ധമുള്ള ഒരുപാട് ഫ്രണ്ട്സ് കാണും. മറ്റൊരു കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചു പോവുക. ഇനി ഈ കോഴ്സ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്ന, അതും ഇത്രയും പ്രൊഫഷണൽ കോളേജുകളാണല്ലേ, ഒരുപാട് എത്തിക്സിൻ്റെയൊക്കെ പേരിൽ പ്രതിജ്ഞയൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ഇതാണ് ഈ മെഡിസിൻ, അതുപോലെ ഈ ഒരു ഡെന്റൽ കോളേജ് എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ ചെറിയൊരു കോഴ്സ് പഠിച്ചിട്ട് അതിൽ കിട്ടുന്ന ജോലി, ഒരു പാർട്ട് ടൈം ജോലിക്കോ പോയിട്ട് എന്ത് ചെയ്യണം, ആ പൈസ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട IAS-നോ എന്തിനെങ്കിലും കോച്ചിങ്ങിന് പോയി ഇതിനെക്കാട്ടി മേളിൽ പഠിച്ച് കാണിച്ചു കൊടുക്കുക. ഇത് എല്ലാവരെയും പോലെ എനിക്കും പറയാനേ പറ്റൂ. നമ്മളെ നേരെ ഈ പ്രശ്നം വരുമ്പോഴായിരിക്കും നമ്മൾ തന്നെ ചിന്തിക്കും, ഒരു നിമിഷം ചിന്തിക്കും നമ്മൾ ചത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. കാരണം ഒരു പഠിക്കുന്ന സമയത്ത്, ഇത്രയും വലിയൊരു പ്രൊഫഷൻ പഠിക്കുന്ന സമയത്ത് എന്തുമാത്രം പഠിക്കാനുണ്ടാവും. ഇവിടെയും എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട്, പല ഡോക്ടർമാർ. അവരൊക്കെ അതിൻ്റെ ഓരോ എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ഉപകരണങ്ങളൊക്കെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് എടുക്കേണ്ടത്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? അപ്പം അത്രയും പ്രഷറാണ് പഠിക്കുന്ന. അതും ഇത്രയും പേടിപ്പിക്കുന്ന അധ്യാപകനുള്ളപ്പം മാർക്ക് കുറയ്ക്കും, അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ സമ്മതിക്കത്തില്ല. അപ്പം ഇതൊക്കെ പേടിച്ച് എന്ത് ചെയ്യും, ഇരട്ടി പ്രഷറോട്ട് പഠിക്കും. എന്തിനാണെന്നറിയാമോ? ഇങ്ങനത്തെ ഒരു എതിർത്ത കാര്യങ്ങളും പഠന സംബന്ധമായിട്ട് എനിക്കെതിരെ വരരുത്, അയാൾക്കൊരു അവസരം പോലും കിട്ടരുതെന്ന്. ആ പഠിക്കുന്ന തലപ്രാന്തെടുത്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയും കൂടെ കാണിച്ചാൽ തോന്നുമായിരിക്കൂടെ, എങ്ങനെയെങ്കിലും ചത്താൽ മതി എന്ന് തോന്നുമായിരിക്കും എല്ലാവർക്കും. പക്ഷെ ഞാൻ പറയുന്നു, മരണം ഒന്നിനൊരു പരിഹാരമല്ല. നമുക്ക് പറ്റാത്ത എന്ത് പ്രശ്നമാണെങ്കിലും അവിടെ വച്ചിട്ട് പോവുക, കുറച്ച് വെയിറ്റ് ചെയ്യുക, വേറെ മാർഗങ്ങൾ കണ്ടെത്തുക. മക്കളെ, നിങ്ങൾ പഠിക്കുക. എനിക്കെന്താണ്, ഈ ആത്മഹത്യ ഒന്നും ചെയ്യരുത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂസ് കണ്ടപ്പോഴും വിഷമം വന്നു. അതിലേറെ വിഷമം വന്നത് അവനെ വിളിച്ചപ്പോഴാണ് എനിക്ക്. കാരണം അത്രയ്ക്ക് പേടിയാണ്, ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പുറത്തേക്ക് വന്നത്. എന്തായാലും നിയമത്തിൻ്റെ മുമ്പിൽ ഇവരാരും രക്ഷപ്പെടാതിരിക്കട്ടെ. ഇവരുമായി ബന്ധപ്പെട്ട ഒരുപാട് പേരുണ്ടെങ്കിൽ അവരും കൂടെ ഈ ഒരു നിയമത്തിൻ്റെ മുമ്പിലേക്ക് എത്രയും പെട്ടെന്ന് വരാൻ സാധിക്കട്ടെ. ആ മരിച്ചുപോയ നിധിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്കിനി പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവങ്ങളുണ്ടോ, പണ്ട് പഠിച്ചപ്പോഴ അനുഭവങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഈ കോളേജിലുള്ള കാണുന്ന ആരെങ്കിലും വിദ്യാർത്ഥികളോ രക്ഷിതാക്കളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലത്തെ അനുഭവം ആ സാറിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ, പരിചയത്തിലുള്ള ആരെങ്കിലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ, ഈ ഒരു അഭിപ്രായം എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം. കാരണം അത് അറിയണം അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാവരും. അപ്പം നമുക്കിനി വീണ്ടും കാണാം കേട്ടോ. ശരി.